ഹായ് ഫ്രണ്ട്സ്, അത്ഭുതകരമായ ഒരു വൈൻ ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ? വൈൻ ചിക്കൻ ഉണ്ടാക്കാനായി നമ്മൾ തിരഞ്ഞെടുത്ത വൈൻ റാസ്ബെറി തോട്ടത്തിൽ നിന്ന് വാങ്ങിയ റാസ്ബെറി വൈനാണ്. അതായത് ഊട്ടി കൂന്നൂരിൽ നിന്ന് ടീ ഫാക്ടറിയുടെ അടുത്ത് നിന്ന് വാങ്ങിയ വൈൻ. അടിപൊളി വൈനായിരുന്നു റാസ്ബെറിയുടെ. അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കാം. ഏത് വൈൻ വേണമെങ്കിലും ഉപയോഗിക്കാം, റെഡ് വൈൻ ആയിരിക്കണം എന്ന് മാത്രം. അപ്പം നല്ലൊരു ബ്രസ്റ്റ് പീസ് നന്നായിട്ടങ്ങ് മുറിച്ച് എല്ലാം മാറ്റി ഇങ്ങനെ പരത്തി വെച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങ അങ്ങോട്ട് കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് നീരൊഴിച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ചതിന് ശേഷം വറുത്തെടുത്താൽ അടിപൊളിയായിരിക്കും. ഊട്ടിയിലെ കുന്നൂരിന്ന് അടിപൊളി വൈന് വാങ്ങി. സ്ട്രോബെറിയുടെ വൈനാണ്. ഏത് വൈനായാലും കുഴപ്പമില്ല, റെഡ് വൈനായിരിക്കണം. റെഡ് വൈൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ഇടേണ്ടത് കുറച്ച് ഒറിഗാനോ ആണ്. ഒറിഗാനോ നമുക്ക് പിസയൊക്കെ വാങ്ങുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കൊണ്ട വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പൊടിയായിട്ട് അരിയണം, അതും കൂടെ അതിലേക്ക് ചേർക്കണം. പിന്നെ വേണ്ടത് സോയാ സോസാണ്, ബ്ലാക്ക് സോയാ സോസ്. വൈനും ഒറിഗാനോവും സോയാ സോസും ഒപ്പം നമ്മുടെ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കും. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ബട്ടർ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ചെറിയൊരു 2 കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായി അലിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് മേലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇങ്ങനെ അടുക്കി വയ്ക്കുക. ബ്രസ്റ്റ് പീസ് ചിക്കൻ ആണെങ്കിൽ ഉത്തമം. ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. അധികമൊന്നും വേകണ്ട, ഒരു മീഡിയം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന വൈന് കൂടെ ഇതിലേക്ക് ചേർക്കാം. വൈൻ മിശ്രിതം, അതായത് വൈന്, വെളുത്തുള്ളി, ഒറിഗാനോ, പിന്നെ സോയാ സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത ആ വൈന് ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ സ്പൂൺ ഇങ്ങനെ എടുത്ത് അതിൻ്റെ മേലേക്കെല്ലാം തൂവി കൊടുക്കണം. വൈൻ നന്നായി കുറുക്കി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിങ്ങനെ തിളപ്പിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് അടിഭാഗം കൂടെ നമുക്ക് ഈ വൈനിൻ്റെ ടേസ്റ്റ് എത്തിക്കാം. നമ്മുടെ അടിപൊളി വൈൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും വൈനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. താങ്ക് യു.